നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുലിന് ഇഡി ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് റിപ്പോർട്ട്. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ഇഡി അന്വേഷിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ ഇഡി തുടർ നടപടികൾ ശക്തമാക്കുന്നതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് കുരുക്ക് മുറുകുകയാണ്. കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ അന്വേഷണ ഏജൻസി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് റിപ്പോർട്ട്. കേസിൽ 2022 രാഹുലിനെയും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഡൽഹി, മുംബൈ തുടങ്ങി വിവിധയിടങ്ങളിൽ നാഷണൽ ഹെറാൾഡ്, യങ് ഇന്ത്യ കമ്പനികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധന നടത്തി 751 കോടിയുടെ അനധികൃത സ്വത്തുക്കൾ ഇതിനോടകം ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ഇഡി അന്വേഷിക്കുന്നത്. 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന സ്വത്തുവകകൾ ഏറ്റെടുത്തതിന്റെ ക്രമക്കേടുകൾ 2013 പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെ, പവൻ കുമാർ ബൻസൽ എന്നിവരെയും മുൻപ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ജനം, ഡൽഹി.